ഒരു തരത്തിലുള്ള ശരികേടുകളും സംഭവിക്കാത്ത ആളുകളാണെന്നുള്ള അവകാശവാദം ഞങ്ങളെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിന് മറുപടി പറയുന്നത് SI അഡ്മിറ്റ്, ഞങ്ങളാണ് കൊന്നത്. ഞങ്ങൾക്ക് പറയാനൊരു അഡ്രസ് ഉണ്ട്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്. ഇതൊന്നും ആകാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. പ്രാണൻ അടർന്നു പോകുമ്പോഴുള്ള വേദന എന്താണോ അതാണ് ഓരോ SFIക്കാരനെ സംബന്ധിച്ചും. ഒരു 10 വിദ്യാർത്ഥികളെങ്കിലും KSUവിനോട് അനുഭാവമുള്ള ആളുകളെ ക്യാമ്പസിൽ ഉണ്ടാവില്ലേ? ആ 10 വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് ആ ക്യാമ്പസിനകത്തൊരു സംഘടന യൂണിറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കൊല്ലത്തിനിപ്പുറവും KSU തയ്യാറാവാത്തത്? എല്ലായ്പ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ നിന്നു പോകുക എന്നുള്ള സമീപനമാണ് KSU സ്വീകരിക്കുന്നത്. ജെമ്മിന് പങ്കെടുക്കാൻ വേണ്ടി വന്ന പോലുള്ള വിദേശ സർവകലാശാലകൾ ഈ ഘട്ടത്തിൽ കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാലും ഞങ്ങളതിനെ എതിർക്കും. ഒരു തർക്കമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൂടി സമരോൽപ്പന്നമായിട്ടാണെന്നുള്ളതിൽ സംശയമില്ല കേട്ടോ. കാരണം പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾ SFI വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ഈ ആരോപണങ്ങൾക്ക് റദ്ദാക്കാൻ പറ്റുമോ? പരിചയപ്പെടുത്തലിൻ്റെ യാതൊരു ആവശ്യമില്ലാത്ത 2 പേരാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. 2 വർഷക്കാലം SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ തോളിലേറ്റിയ PM ആർഷോ, അനുശ്രീ, സ്വാഗതം. 2 വർഷവും 9 മാസവും SFI എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ തോളിലേറ്റി അതിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ 2 പേരും ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1000ാമത്തെ ദിവസമാണ് നിങ്ങൾ സമ്മേളനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നീണ്ട കാലത്തെ പ്രവർത്തനം? ഇതിനകത്ത് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, സംഘടന ഏൽപ്പിച്ച ഒരു ചുമതല പൂർത്തീകരിച്ചു മറ്റ് ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും എന്താ പറയുക, ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്ന കാലയളവ് തന്നെയായിരുന്നു. ആ കാലയളവിൽ ഏറ്റവും നല്ല നിലയ്ക്ക് തന്നെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ സമ്മേളനം ഉൾപ്പെടെ ആ നിലയിൽ തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. വലിയ സമരങ്ങൾ ഈ കാലയളവിനകത്ത് ഉയർന്നു വരുന്ന നിലയുണ്ടായിട്ടുണ്ട്. വിവിധങ്ങളായ വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടു പോകാൻ വേണ്ടി കഴിയുന്ന നിലയുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല നിലയ്ക്ക് തന്നെ സംഘടന മുന്നോട്ട് പോവുകയും സംഘടനയുടെ അംഗത്വം ഉൾപ്പെടെ വർദ്ധിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ നല്ല മൂവ്മെൻറ്റ് സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടുപോകുന്നത്. ഇപ്പം അനുശ്രീയിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് നാൾക്ക് ശേഷമാണ് SFIക്ക് ഒരു 2ാമതൊരു വനിതാ പ്രസിഡന്റിനെ കിട്ടുന്നത്. അപ്പം നമ്മൾ പല അഭിപ്രായങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു പ്രസിഡന്റ് എന്നുള്ളൊരു പേരും കിട്ടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ സംഘടനാ ജീവിതത്തിൽ ഇന്നോളം കിട്ടിയതിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം ഏൽക്കുന്ന സമയത്ത് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ഈ ആർഷ പറഞ്ഞതുപോലെ 1000 ദിനങ്ങൾ പൂർത്തീകരിച്ച് ഈ സമ്മേളനത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്നതിൽ ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ഇറങ്ങുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈകാരികമായിട്ടതാണെങ്കിലും പ്രയാസപ്പെടുന്നതാണെങ്കിലും അതിനേക്കാളേറെ സന്തോഷിപ്പിക്കുന്ന അഭിമാനിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ സംഘടനാ ജീവിതത്തിൽ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിത്വ വികാസത്തിന് കൂടി ഈ ഒരു കാലയളവ് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു വലിയ പുതിയ നിര സമ്മേളനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് വിമർശനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അത് വിലയിരുത്തിക്കൊണ്ടുള്ള പുതിയ തീരുമാനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ നേതൃപരമായിട്ട് ഇടപെടാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് എല്ലാ കാലത്തും അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിന് അങ്ങനെ ഒരു അനുഭവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എല്ലാ കാലത്തും വലിയ ആവേശവും അഭിമാനമുണ്ട്. ഇപ്പോൾ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കേട്ടിട്ടുള്ളൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ SFIക്ക് ആദ്യമേ ഒരു വനിതാ സെക്രട്ടറി ഉണ്ടാവുന്നു എന്നതായിരുന്നു. പക്ഷേ അതൊക്കെ മാറി 2 പുരുഷന്മാർ തന്നെയാണ് ഇപ്പോഴും സെക്രട്ടറിയായിട്ടും പ്രസിഡൻ്റായിട്ടും വന്നിട്ടുള്ളത്. ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും SFIക്ക് ഒരു വനിതാ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട്? അല്ല, അത് SFIയുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട് അതിന് ആകെ മൊത്തം ഇപ്പം വരുന്ന ചർച്ചകളിലൊക്കെ പലരും SFI വനിതാ നേതൃത്വം വരുന്നില്ല എന്ന് ആകെ മൊത്തം പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം ഈ സമ്മേളനത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം SFIയുടെ 14 ജില്ലകളിൽ 4ഓളം ജില്ലകളിലെ ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടികളാണ്. ജില്ലാ സെക്രട്ടറിമാരായും പ്രസിഡന്റുമാരായിട്ടും പല ജില്ലകളിൽ പെൺകുട്ടികൾ വരികയാണ്. യൂണിറ്റുകൾ അല്ലെങ്കിൽ ഏരിയകൾ അങ്ങനെ മാറി മാറി എല്ലാ ഘടകങ്ങളിലും ഇപ്പോൾ പണ്ടൊക്കെ ക്യാമ്പസ്
തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ റിസർവേഷൻ പോസ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വൈസ് ചെയർമാൻ പോസ്റ്റൊക്കെ പെൺകുട്ടികൾ വരണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നീക്കി വെക്കുന്ന പോസ്റ്റുകൾക്കപ്പുറത്തേക്ക് സർവകലാശാല പാനൽ മുഴുവൻ പെൺകുട്ടികളായിട്ട് വരുന്നു, അല്ലെങ്കിൽ കോളേജ് യൂണിയൻ്റെ തലപ്പത്ത് പെൺകുട്ടികൾ വരുന്നു, ഏരിയകളിൽ ജില്ലകളിലൊക്കെ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എനിക്കൊന്നും മറ്റൊരു സംഘടനക്കും പറയാൻ പറ്റാത്ത തരത്തിൽ 34ാമത് സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ എസ്എഫ്ഐയുടെ സംസ്ഥാന ഘടകത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി എത്തുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം എറണാകുളം ജില്ലയെ ഏറ്റവും സുപ്രധാനപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് നയിച്ച ഒരു വ്യക്തി സംസ്ഥാന ഘടകത്തിലേക്ക് വരികയാണ്. ഇവിടെയൊക്കെ പരിശോധിക്കേണ്ടത് അതും ട്രാൻസ്ജെൻഡർ വരണമല്ലോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വരണമല്ലോ എന്നതിനും അപ്പുറത്തേക്ക് ഇവരൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ കഴിവുകൾ ഏറ്റവും നന്നായി വിപുലപ്പെടുത്തി ഏറ്റവും നന്നായി ഇടപെട്ട് പ്രവർത്തിച്ച് എന്തും പരിഗണനയുടെ ഭാഗമായിട്ട് വരുന്നതിനപ്പുറത്തേക്ക് കഴിവ് തെളിയിച്ച് വ്യക്തിത്വ വികാസത്തിലൂടെ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ കാലങ്ങളിലെ പരിപാടികളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഭാരവാഹി പോസ്റ്റുകൾ മാത്രമല്ല, അതിലിപ്പോൾ ഒരു പെൺകുട്ടി വരണം അല്ലെങ്കിൽ ആൺകുട്ടി വരണം എന്നതിനപ്പുറത്തേക്ക് കഴിവ് മാനദണ്ഡമായിക്കൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളാണെങ്കിലും സമൂഹമാണെങ്കിലും. അപ്പോൾ അതൊരു ബോധപൂർവമെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റിൽ കൊടുക്കേണ്ടതില്ലേ? അതായത് ഇപ്പം നമ്മൾ മറ്റ് സംഘടനകളൊക്കെ നോക്കുകയാണെങ്കിലും അവിടെ ഇതുവരെ ഒരു ഭാരവാഹിയായിട്ട് സ്ത്രീ വന്നിട്ടില്ല. അപ്പോൾ അതിൽ SFI എങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വരണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇതിനകത്ത് ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണുള്ളത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം, അത് ഓരോ യൂണിറ്റ് ഘടകം മുതൽ ഏരിയ ഭാരവാഹിത്വത്തിൽ, ജില്ലാ ഭാരവാഹിത്വത്തിൽ, അതേപോലെ തന്നെ സർവകലാശാല യൂണിയൻ്റെ ചുമതലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലാണ് സംസ്ഥാന പ്രസിഡൻ്റായി കടന്നു വരുന്നത്. സ്വാഭാവികമായും ആ നിലയിൽ തന്നെ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് SFI ഉള്ളൂ എന്നുള്ള കൺസേൺ. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സ്വാഭാവികമായും ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് പെൺകുട്ടികൾ ഉൾപ്പെടെ കടന്നു വരും എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. ഈ പറഞ്ഞ പോലെ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ഒരാളൊരു ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതല്ല. ഇതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള ലീഡർഷിപ്പ് ഉയർന്നു വരിക തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിമർശനങ്ങൾ വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. ഇപ്പം ഈ ഒരു കോൺടാക്സിൽ റാഗിങ്ങിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണമായിക്കോട്ടെ, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ കോട്ടയം നേഴ്സിംഗ് കോളേജിലെ റാഗിങ് ഇഷ്യൂ ആയിക്കോട്ടെ, ആദ്യം പ്രതിസ്ഥാനത്ത് വരുന്നത് SFI ആണ്. പിന്നീട് അതിൻ്റെ സത്യങ്ങൾ എന്താണെന്നുള്ളത് പുറത്തു വരുമെങ്കിലും ആദ്യം എപ്പോഴും എല്ലാവരും കുറ്റപ്പെടുന്നത് SFI ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും SFI എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നത്? അതായത് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങൾ, അതിൻ്റെ തുടർച്ചയിലുള്ള അന്വേഷണങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇത് SFIയുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തുന്ന ഘട്ടം എത്തുന്നത് വരെ SFI ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായ ശ്രമങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ശതമാനം വരുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങളതിനെ കണ്ടുപോകുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് അത് SFI ആണ്, SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നമ്മുടെ നാടിനകത്ത് നടന്നിട്ടുണ്ട്. അതിലൊന്നിൽ ഈ പറഞ്ഞ പോലെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ 2-3 SFI പ്രവർത്തകർ ഇൻവോൾവ് ആയിരുന്നു. ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ അതിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വിവിധ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുമായി ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു. മറ്റാരുടെയും രാഷ്ട്രീയം ചകഞ്ഞൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അത് SFI ആസൂത്രണം ചെയ്തു, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായ വിഷയത്തിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടി അത് തയ്യാറായില്ല. അന്വേഷണം നടന്ന് CBI കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ആ കുറ്റപത്രത്തിലെ കണ്ടെത്തലെന്ത് എന്നുള്ളതിനെക്കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഇടപെടലുണ്ടായില്ല. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് കോട്ടയത്ത് SFIയുമായി ഒരു ബന്ധമില്ലാത്തൊരു സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രൈമിനകത്ത് അത് SFIയുടെ സബ് കമ്മിറ്റിയാണ്. ഈ KGNSA നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒരു സംഘടന, അത് SFIയുടെ പോഷക സംഘടനയാണ് എന്നടക്കം ചിത്രീകരിക്കാൻ, സ്ഥാപിക്കാനൊക്കെ വലിയ ശ്രമം നടന്നിട്ടുണ്ട്. ഇത് വളരെ നിഷ്കളങ്കായി ഉണ്ടാകുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. വളരെ കൃത്യമായ ഇടതുവിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുവിരുദ്ധ പൊതുബോധം ഈ നാടിനകത്ത് നിർമ്മിക്കണം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, മുഴുവൻ ആളുകളൊന്നുമല്ല കേട്ടോ, ഒരു നിശ്ചിത ശതമാനം ആളുകൾ അതിനകത്ത് വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതായത് അർദ്ധസത്യം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയുക,
സത്യം പറഞ്ഞോളന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നുണയും പറയുന്നുണ്ടായാലോ, പക്ഷേ അർദ്ധസത്യം. ഇപ്പോൾ കോട്ടയം ത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ നിലയിലാണ്. ഇത് SFI ആണ് എന്ന് 10 ആൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു പ്രചരണം അഴിച്ചുവിടുക, അത് വ്യാപകമായി നാടിനകത്ത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. സ്വാഭാവികമായും അതിനെയൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം റാഗിങ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇപ്പോൾ കോട്ടയത്തൊക്കെ ഉണ്ടായ വിഷയം ഒരാൾക്ക് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് നടക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ കോട്ടയത്തെ ക്യാമ്പസിലാണ്, നഴ്സിംഗ് കോളേജിലാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇല്ല അവിടെ. ഈ പറഞ്ഞ KGNSA എന്ന് പറയുന്ന ഒരു സംഘടന മാത്രം അവിടെ പ്രവർത്തിക്കുന്നത്. SFI, KSU, ABVP, MSF ഒന്നുമില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച സമൂഹത്തിനകത്ത് ഉയർന്ന് വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. 2, ഇത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഇത് തെറ്റാണെന്നും നമ്മുടെ സമൂഹത്തിനും മനുഷ്യത്വമുള്ളൊരു മനുഷ്യനും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ക്യാമ്പയിൻ പ്രവർത്തനം അതിവിപുലമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ആംഗിളിലേക്കും ഈ പറഞ്ഞ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ പോകുന്നില്ല. ഇതെങ്ങനെ ഇതിനകത്ത് SFIയെ കൊണ്ടുപോയി കെട്ടാം, എങ്ങനെ SFIയുടെ തലയിൽ വെച്ച് കേവലമായ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചില ആളുകൾ ശ്രമിക്കുകയും അതിനകത്ത് കേരളത്തിൽ ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിലയിലേക്ക് ഇതിനെ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഇതിലും ക്രൂരമായിട്ടുള്ള, ഇത് ക്രൂരല്ല എന്നല്ല, ഇതിലും ക്രൂരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകുന്നത്. തൃപ്പൂണിത്തുറ സ്കൂളിൽ ഉണ്ടാകുന്നൊരു വിദ്യാർത്ഥിയെ ഈ പറഞ്ഞ പോലെ ക്ലോസറ്റിൽ കൊണ്ട് മുഖം മുക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു. നമ്മുടെ മാധ്യമങ്ങൾ ആ സ്കൂളിൻ്റെ പേര് പറയാൻ വേണ്ടി പോലും തയ്യാറാവുന്നില്ല. ആ സ്കൂള് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ആര് എന്നുള്ളതിനെക്കുറിച്ച്, അവിടെ നടന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഒരൊറ്റ മുഖ്യധാര മാധ്യമങ്ങളും അവരുടെ പ്രൈം ടൈം ഇതിനു വേണ്ടി, ഒരു ദിവസത്തെ പ്രൈം ടൈം പോലും ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതിനകത്തെ കോർപ്പറേറ്റ് താല്പര്യം. ഈ പറഞ്ഞ ചില വിഷയങ്ങൾ അത് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ കൂട്ടിക്കെട്ടാൻ വേണ്ടി കഴിയുമെങ്കിൽ അതിലൂടെ ഒരു SFI വിരുദ്ധ പൊതുബോധം, ഇടതുപക്ഷ വിരുദ്ധ പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അത് സാധിച്ചെടുക്കുക എന്ന നിലയിലേക്കുള്ള ഇടപെടലുണ്ട്. അത്തരം ഇടപെടലിനെ വളരെ വിമർശനാത്മകമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ ഇടപെടൽ തുടരും, അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അങ്ങനെ തുടരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്, അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഇതിപ്പോൾ ഇത്തരം കേസുകൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, SFI വിരുദ്ധ പൊതുബോധം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസ് എടുത്താൽ അതിൽ SFIയുള്ള പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും SFI പ്രവർത്തകർക്കുള്ളിൽ SFIയുടെ ആശയങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്തത്? അതിൽ SFI 1970 രൂപീകരിക്കുന്ന സംഘടനയാണ്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഇന്നോളം ഇപ്പം കേരളത്തിൽ ഭരണം മാറി മാറി വരുന്ന സമയങ്ങളിലും ആയിക്കോട്ടെ SFI ഇവിടെ ഉണ്ടായിരുന്നു. SFI വളരെ വലിയ ശക്തിയായി ക്യാമ്പസുകളിൽ, ഭൂരിപക്ഷ ക്യാമ്പസുകളിലും യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് SFI ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും SFIയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഈ കാലയളവിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ പോലെ, ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയം ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ഗൗരവമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട 2 റിപ്പോർട്ടുകൾ, അത് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ആയിക്കോട്ടെ, CBIയുടെ അന്വേഷണ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടങ്ങളിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം SFIയെ തകർക്കുക എന്നുള്ളത് മാത്രമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ അന്ന് ഏറ്റവും ഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ റാഗിങ്ങിനെതിരായിക്കോട്ടെ, ആൾക്കൂട്ട വിചാരണയ്ക്കെതിരായിക്കോട്ടെ നിലപാടെടുക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഇരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥന്റെ വിഷയം ഉൾപ്പെടെ രാഷ്ട്രീയ ലാഭത്തിനാണ് ഒരു പരിധിവരെ മാധ്യമങ്ങളായിക്കോട്ടെ, മറ്റ് വലതുപക്ഷങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അന്ന് ആ സമയത്തും SFI പറഞ്ഞിട്ടുണ്ടായത്, SFI ഏറ്റവും ആദ്യഘട്ടം മുതൽ പ്രതികരിക്കാനുണ്ടായിട്ട്, ഞങ്ങളുടെ ഇടയിലുള്ള ആണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നടപടിയെടുക്കും, പുറത്താക്കും. അത് ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ എത്രയോ മുമ്പേ അവിടെ ഇടപെട്ട് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് SFIയുടെ അവിടുത്തെ ഘടകവും മറ്റ് നേതൃത്വവും ഒക്കെ. അപ്പോൾ അവിടെ തൊട്ട് ഞങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത്, ഈ വിഷയത്തിനകത്ത് സുതാര്യമായ അന്വേഷണം വരണം, കുറ്റവാളികൾ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടെടുക്കുകയും അതോടൊപ്പം തന്നെ ക്യാമ്പസുകൾ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ക്യാമ്പയിനുകൾ, നടപടികൾ നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് SFI പറഞ്ഞത്. ഇതിൽ SFIക്ക് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ കാല വിദ്യാർത്ഥികളാണ് അവർ ഈ പറഞ്ഞ ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ അരാജക പ്രവർത്തനങ്ങളായിക്കോട്ടെ, അവരെ സ്വാധീനിക്കുന്ന സിനിമകളുണ്ട്, ഇപ്പോൾ ചർച്ചകളൊക്കെ ആ വഴിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പുതിയ തലമുറ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ അവരെ രാഷ്ട്രീയവൽക്കരിക്കുക
എന്നുള്ളത് ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വളരെ ശക്തമായിട്ട് ഒരു ഭാഗത്ത് ഇപ്പോഴും വാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പലപ്പോഴും ഞങ്ങൾ സംഘടനാ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് രൂപീകരിക്കാൻ പോകുമ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാതെ, അതിന് സമ്മതിക്കാതെ ഒരുപാട് അധികാരികൾ അല്ലെങ്കിൽ അധ്യാപകർ ഒക്കെ ഇങ്ങനെയുള്ള പല ക്യാമ്പസുകളും നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാലേ, ഈ ഒരു സംഘടന മാസ് മെമ്പർഷിപ്പ് ഉള്ള സംഘടനയുണ്ട്. 16 ലക്ഷം അംഗങ്ങൾ ഈ സംഘടനയ്ക്കകത്തുണ്ട്. ഇതിൽ മുഴുവൻ ആളുകളും സംഘടന ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ നടക്കുന്ന ഒരു തരത്തിലുള്ള ശരികേടുകളും സംഭവിക്കാത്ത ആളുകളാണെന്നുള്ള അവകാശവാദം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇതിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതാണ്, കൂടുതൽ നവീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് സംഘടന ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ച വിഷയത്തിനകത്ത് 2-3 ആളുകൾ ഇതിനകത്ത് തെറ്റായി ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത് ഇമ്മീഡിയറ്റ് അവരെ എടുത്ത് പുറത്ത് കളയുന്നതിന് വേണ്ടിയും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി മാതൃകാപരമായ ഒരു ശിക്ഷിക്കപ്പെടണം എന്ന സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിരുന്നു ആ ക്യാമ്പസിനകത്ത് ഈ CBI റിപ്പോർട്ടിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്കെതിരെ നടന്നിട്ടുള്ള അറ്റാക്ക്. ഇവിടുത്തെ ഒറ്റ മാധ്യമം അത് ചർച്ച ചെയ്തിട്ടില്ല. റിപ്പോർട്ട് വന്നതിന് ശേഷം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ ബോധപൂർവം തമസ്കരിക്കുകയാണ്, എന്നിട്ട് മറ്റു പലതിൻ്റെയും ആംഗിൾ മാറ്റുകയാണ്. അത് നിഷ്കളങ്കല്ല എന്നുള്ളത്. SFIയുടെ ഒരു പ്രതിരോധമാണ് ഇതിൽ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്? വിദ്യാർത്ഥികളെ എന്താ പറയുക, നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ടോ? അത് കേരളത്തിൽ ഇപ്പോൾ ഈ കാലയളവിൽ എന്നുള്ളതല്ല കേട്ടോ, SFI ക്യാമ്പസുകൾക്കകത്ത് ശക്തിപ്പെട്ട കാലം മുതലേ അതാത് ഘട്ടത്തിലെ മാധ്യമങ്ങൾ, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അച്ചടി മാധ്യമങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ദൃശ്യമാധ്യമങ്ങളൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ നിലവിൽ സാമൂഹിക മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ഇപ്പോൾ തന്നെ 1 ഡസന് മുകളിൽ വാർത്താ മാധ്യമങ്ങൾ കേരളത്തിനകത്തുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള നിലയിൽ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഈ അറ്റാക്കിനെ പ്രതിരോധിച്ച് തന്നെയാണ് സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്. ആ പ്രതിരോധത്തിൻ്റെ കരുത്തെത്രയാണ് എന്ന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ SFIക്കെതിരെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിച്ചൊരു പ്രതീതി ഉണ്ടല്ലോ, ഇതൊരു ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രമാണ്, SFI ആകെ പ്രശ്നമാണ് എന്നുള്ള വളരെ വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ ശ്രമം നടന്നു. ഈ ശ്രമം നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നതല്ല SFI, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ശരി. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ധൈര്യം, ഞങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവർ, ഞങ്ങളെ തൊട്ടറിയുന്നവർ, ഞങ്ങളെ അനുഭവിച്ചറിയുന്നവർ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അവർക്കറിയാം എന്താണ് SFI എന്നുള്ളത്. അതുപോലെ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റും. അതായത് ഇപ്പോൾ എല്ലാ ക്യാമ്പസുകളും എടുക്കുകയാണെങ്കിൽ ചില ക്യാമ്പസുകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റായുള്ള പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് അവിടെ SFI ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സംഘടന രൂപീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന പരാതികൾ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ SFI പ്രവർത്തകർ ആക്രമിക്കുന്ന വാർത്തകളും ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു റിയാലിറ്റി, ആ ഒരു റിയാലിറ്റി അവിടെയുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾ SFI വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ഈ ആരോപണങ്ങൾക്ക് റദ്ദാക്കാൻ പറ്റുമോ? അല്ല, ഇതിനകത്ത് ഒരു ക്യാമ്പസിലും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിന് അനുവാദം കൊടുക്കാനോ നിഷേധിക്കാനോ ഞങ്ങളാളുകളല്ല, SFI ആളുകളല്ല, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കണം, പരസ്പര രാഷ്ട്രീയ സംവാദം നടക്കണം, അങ്ങനെ നല്ല ചർച്ചകളുടെ സംവാദങ്ങളുടെ ഇടങ്ങളാക്കി ക്യാമ്പസുകളെ മാറ്റണം എന്നുള്ളത്. ഇപ്പോൾ ചില വിദ്യാർത്ഥി സംഘടനകൾ അവർ പ്രവർത്തിക്കാൻ ക്യാമ്പസിലേക്ക് കടന്നു വരാത്തതിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു, ഇത് നമ്മളിങ്ങനെ പൊതുവേ പറഞ്ഞു പോകുന്നതാണല്ലോ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1 വർഷത്തിന് മുകളിൽ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജ്. ആ പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്രിമിനൽ സംഘമാണ് എന്ന് ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ട പൊതുബോധമുണ്ട്. ശരി, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരാണെന്ന് തന്നെ കൂട്ടിക്കോട്ടെ. അവിടെ അതല്ലാത്ത, ഇപ്പോൾ അവിടെയുള്ള പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പ്രശ്നക്കാരായിരിക്കില്ലല്ലോ. ഇതിനെതിരെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ. വലിയ സമരം KSU ഉൾപ്പെടെ നടത്തിയതാണല്ലോ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട്. ഒരു 10 വിദ്യാർത്ഥികളെങ്കിലും KSUവിനോട് അനുഭാവമുള്ള ആളുകളെ ക്യാമ്പസിൽ ഉണ്ടാവില്ലേ? ആ 10 വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് ആ ക്യാമ്പസിനകത്തൊരു സംഘടന യൂണിറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കൊല്ലത്തിനിപ്പുറവും KSU തയ്യാറാവാത്തത്? എന്തുകൊണ്ട് അവർക്കതിന് കഴിയുന്നില്ല? ഇനി അങ്ങനെ പൂക്കോട് വെറ്റിനറി കോളേജിൽ KSU യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി ചെന്നാൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ആ ദിവസം മുഴുവൻ ലൈവ് കവറേജ് ആയിരിക്കില്ലേ? അത് ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് നിലയിലായിരിക്കും പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുക? അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരു പണിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സംഘടനാ ഘടകം രൂപീകരിക്കുക, സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ളതൊന്നും ഇവരുടെ അജണ്ടയിലുള്ള കാര്യമില്ല.
എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അനുവദിക്കേണ്ട ആളുകൾ ഞങ്ങളല്ല. പരാതികൾ വെച്ചാൽ ഇടിമുറികളുണ്ട് SFIയുടേത്. അല്ല, ഞങ്ങൾ ഇതിനകത്ത് കേരളത്തിലെ SFI ഉള്ള SFI യൂണിറ്റ് ഉള്ള ഏതൊരു ക്യാമ്പസിലേക്കും കേരളത്തിലെ ഏത് മാധ്യമങ്ങളുമായി കടന്നു പോകുന്നതിന് വേണ്ടി കേരളത്തിലെ SFI തയ്യാറാണ്. നമുക്ക് പോയി പരിശോധിക്കാന്നേ. നമുക്ക് പോയി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് ചോദിക്കാം, അങ്ങനെ ഇടിമുറി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടിമുറി ഉണ്ടായിരുന്നു. ആ ഇടിമുറി ഇടിച്ച് പൊളിച്ച ആളുകളാണ് SFI. ഈ പറഞ്ഞ പോലെ നെഹ്റു കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇടിമുറിക്കകത്തിട്ട് ജിഷ്ണു പ്രണോയിയെ കൊലപ്പെടുത്തിയതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ആ ഇടിമുറി പൊളിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നുള്ളൂ, അത് SFI ആണ്. കേരളത്തിൽ ഒരു ക്യാമ്പസിനകത്തും ഇടിമുറി ഉണ്ടാക്കുന്നതിൻ്റെ അനുഭവമല്ല SFIക്കുള്ളത്. ഇത് ഈ നിലയിലുള്ള ആ പ്രചരണം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റൈറ്റ് വിങ് മീഡിയ എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനം. അതിൽ ഒരു വശത്ത് KSU പറഞ്ഞതുപോലെ ക്യാമ്പസുകളിൽ ഇന്നോളം ഏറ്റെടുത്ത വിദ്യാർത്ഥി വിഷയങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഈ കാലത്ത് ഇപ്പം ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൂടി പരിശോധിക്കണം. കേരളത്തിലെ സർവകലാശാലകൾ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവർണർ ഇവിടെ വളരെ കൃത്യമായിട്ട് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ നടത്തിയ ഇടപെടലുണ്ട്. അവിടെ എവിടെയാണ് KSU ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് KSU പറയുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഈ അജണ്ട നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഒരു നിലപാട്, ഒരു മാധ്യമങ്ങൾക്കൊരു ബൈറ്റിലൂടെ പോലും അതിനെതിരെ പ്രതിഷേധിക്കാൻ എന്തുകൊണ്ട് KSU തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ വലത് വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാധ്യമങ്ങൾ കൂടി തയ്യാറാവേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങൾ ആ സമയത്ത് സമരകേന്ദ്രങ്ങളായിരുന്നു. ഞങ്ങൾ സർവകലാശാലകൾ, തെരുവുകളിലടക്കം വലിയ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയ വിദ്യാർത്ഥി സംഘടനയാണ്. അത് കേവലം SFIയുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഇത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ആകമാനം, അവരുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. അതിൽ ധാർമ്മിക ഉത്തരവാദിത്തോടുകൂടി ഒപ്പം ചേരേണ്ട വിദ്യാർത്ഥി സംഘടന KSU ആയിരുന്നു. അല്ലെങ്കിൽ KSUവിൻ്റെതായിട്ടുള്ള, ഞങ്ങളോടൊപ്പം ചേരുക എന്നല്ല, KSUവിൻ്റെതായിട്ടുള്ള സമരം എന്തെങ്കിലുമൊക്കെ പ്രതിഷേധം ഏറ്റെടുക്കേണ്ടവരായിരുന്നു. അതൊന്നും എടുക്കാൻ KSU തയ്യാറാവുന്നില്ല. അവിടങ്ങളിലൊക്കെ അവർ ഞങ്ങളെ എന്തോ പ്രതിപട്ടികയിൽ ചേർത്തിട്ട് എപ്പോഴും SFI ഞങ്ങളെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റും. ഇപ്പോൾ SFIയുടെ അക്രമ രീതിയെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ കേരളത്തിൽ 35 രക്തസാക്ഷികളാണ് SFIയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. 35 രക്തസാക്ഷികൾ നിങ്ങൾ എല്ലാവരും എടുത്ത് പരിശോധിക്കണം. അതിൽ KSUക്കാർ കൊലപ്പെടുത്തിയത്, MSFകാർ കൊലപ്പെടുത്തിയത്, ABPക്കാർ, വർഗീയവാദികളൊക്കെ കൊലപ്പെടുത്തിയ, കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയതിന് SFIക്കാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നേതാവിന് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കാണ്. ഒരുപാട് കൊലപാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, നേരത്തെ റാഗിങ്ങിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, കേരളത്തിലെ കലാലയങ്ങളിലെ റാഗിങ്ങിനെതിരായി ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷിത്വം വരിച്ചവരെ ഞങ്ങളുടെ പഴയകാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ത്യാഗഭരിതമായിട്ടുള്ള ഒരു ചരിത്രമുള്ള സംഘടനയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അക്രമത്തിൻ്റെ മേലെ എങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇല്ലാതാക്കാന്നുള്ള ശ്രമം അത് വെറുതെ പാഴായി പോകുന്നു മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥികൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലയളവിൽ SFIക്ക് ഏറ്റവും നഷ്ടപ്പെട്ട ഒന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭരണം. എനിക്കൊന്ന് 8 വർഷത്തിന് ശേഷമാണ് അത് നഷ്ടപ്പെടുന്നത്. അപ്പം ഇലക്ഷൻ ഒക്കെ ആദ്യം വിക്ടോറിയ കോളേജ് പോകുന്നു, പക്ഷേ അത് രണ്ടാമത് പിടിക്കുന്നു. എപ്പോഴും SFIയുടെ കൂടെയുള്ള ക്യാമ്പസുകൾ വിട്ടുപോകുന്നുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിയൻ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തരുന്നൊരു, നിങ്ങളെങ്ങനെ വിദ്യാർത്ഥികൾ കാണുന്നു എന്നതിൻ്റെ ഒരു റിസൾട്ടല്ലേ? അപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തോൽവി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഘടനയ്ക്കുള്ള തോൽവി തന്നെയല്ലേ? അല്ല, അതിനകത്ത് ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ തോൽവി 8 വർഷത്തിന് പുറത്തെ തോൽവി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ 8 വർഷത്തിനിടയിൽ 3 യൂണിയനാണ് വന്നിട്ടുള്ളത്. കോവിഡ് ഉൾപ്പെടെയുള്ള വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 യൂണിയന് തൊട്ട് മുൻപ് അത് തുടർച്ചയായി UDSF ജയിച്ചുകൊണ്ടിരുന്ന സർവകലാശാലയായിരുന്നു. ആ സർവകലാശാലയാണ് 2 യൂണിയൻ മുൻപ് നമ്മൾ തിരിച്ചു പിടിക്കുകയും 3 യൂണിയന് ശേഷം നമുക്ക് വീണ്ടും നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതിക്ക് ഉണ്ടായിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞങ്ങളത് ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും, ഇപ്പോൾ ഞങ്ങളവിടെ പരാജയപ്പെട്ടിട്ടോ, അതിൽ തർക്കമില്ല. പരാജയത്തെ ഞങ്ങൾ കുറച്ച് കാണുകയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ പരാജയപ്പെട്ട ഘട്ടത്തിലൊക്കെ ഞങ്ങളവിടെ തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രത്യേകത യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇലക്റ്റഡ് കൗൺസിലർമാർ മാത്രമല്ല എന്നുള്ളതാണ്. ബാക്കി എല്ലായിടത്തും ക്യാമ്പസിൽ സംഘടനാപരമായി ഇലക്ഷൻ നടത്തി വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന UUCമാർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് 100 കണക്കിന് ക്യാമ്പസുകളിൽ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലയില്ല. ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാതെ ഈ പറഞ്ഞ ക്യാമ്പസുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗ് മാനേജ്മെൻറ്റ് ക്യാമ്പസുകളാണ്. അവിടെ അവർ സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല, അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അനുവദിക്കില്ല, കോളേജ് യൂണിയൻ പ്രവർത്തനം അനുവദിക്കില്ല. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ കൗൺസിലർമാരെ എൻറോൾ ചെയ്യിപ്പിക്കേണ്ട ഘട്ടം എത്തുമ്പോഴേക്കും
ഈ പറഞ്ഞ ലീഗ് ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ആളുകൾ അവിടെ മുസ്ലിം ലീഗ് അനുഭവത്തിൽ നിന്ന് കുടുംബത്തിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുകളെ UUC-മാരായി എൻറോൾ ചെയ്യിപ്പിക്കുന്ന നിലയിലേക്കുള്ള സമീപനം മാനേജ്മെൻറ്റുകൾ സ്വീകരിക്കുന്ന നൂറുകണക്കിന് മാനേജ്മെൻറ്റുകൾ ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ് സർവകലാശാല കീഴിലുണ്ട്. ഇതിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഞങ്ങളവിടെ മുൻഘട്ട കാലങ്ങളിൽ വിജയിച്ചു വരുന്ന നിലയുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നേരെ സൂചിപ്പിച്ച പോലെ വിക്ടോറിയക്ക് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. ഒരു വിക്ടോറിയ കോളേജ് ഉണ്ട്, ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ട്, തൃശ്ശൂർ സെൻറ് തോമസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പട്ടാമ്പി സംസ്കൃത കോളേജ് ഉണ്ട്, വയനാട് സെൻറ് മേരീസ് കോളേജ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് ക്യാമ്പസുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പല ക്യാമ്പസുകളിലും നമുക്ക് പരാജയം ഉണ്ടാകുന്ന നിലയുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച കൂടി ഈ പരാജയത്തിൻ്റെ കാരണമായിട്ടുണ്ട്. പക്ഷേ ആ ഇടങ്ങളിൽ ഇപ്പോൾ എവിടെയാണോ പോരായ്മ, ഇതൊക്കെ സംഘടനാപരമായി ഉണ്ടാകുന്ന പോരായ്മകൾ കൂടി പരാജയങ്ങൾക്ക് കാരണമാണല്ലോ. ഞങ്ങളാ പോരായ്മ ഉണ്ടായപ്പോൾ, പരാജയം സംഭവിച്ചപ്പോൾ ഞങ്ങളവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല തയ്യാറായത്. ഞങ്ങൾ ആ ക്യാമ്പസുകളിലേക്ക് പോവുകയും എന്ത് കാരണത്തിൻ്റെ പുറത്ത് എന്താണ് അവിടെയുള്ള പോരായ്മ അതിനെ പഠിക്കുന്നതിന് വേണ്ടിയും അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തൽ വരുത്തണം. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നഷ്ടപ്പെട്ട ക്യാമ്പസുകളാകെ, അത് വിക്ടോറിയ ആണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വയനാട് സെൻറ് മേരീസ് ആണെന്നുണ്ടെങ്കിലും സെൻറ് തോമസ് കോളേജ് ആണെങ്കിലും പട്ടാമ്പി കോളേജ് ആണെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിടങ്ങളിൽ മുഴുവൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന് തൊട്ടു മുൻപായിരുന്നു കേരളവർമ്മയിൽ ഞങ്ങൾ 2 വോട്ടിന് ജയിച്ച ചെയർമാൻ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഇവിടെ നടന്നു. ആ കോലാഹലങ്ങളുടെ തുടർച്ചയിരുന്ന SFIയോട് അവസാനിക്കാൻ പോവാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. തുറച്ചേരി തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂറുകണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ SFI തെരഞ്ഞെടുക്കുന്ന നിലയുണ്ടായത്. സമാനമായ നിലയിലും തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ചെയർപേഴ്സൺ സീറ്റും ജനറൽ സെക്രട്ടറി സീറ്റും കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ പരാജയപ്പെട്ട സമയത്ത് തിരുവനന്തപുരം ലോ കോളേജിലെ തല പോയി SFI കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. സർവത്ര കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് വലിയ ആഹ്ലാദപ്രകടനം നടത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ആ സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുന്ന നിലയുണ്ടായി. അപ്പം അങ്ങനെ എവിടെയെങ്കിലും പോരായ്മ ഉണ്ടായാലും പോരായ്മ സ്വാഭാവികമായും പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്തും ആ നിലയിൽ തന്നെ സംഘടന അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ആ പോയ ക്യാമ്പസിനെ സർവകലാശാലയെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഈ സമയത്ത് വന്ന ഏറ്റവും 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സ്വകാര്യ സർവകലാശാലയും മറ്റൊന്ന് വിദേശ സർവകലാശാലയും. അപ്പോൾ ഈ 2 സർവകലാശാലയും SFI മുൻകാലങ്ങളിൽ എടുത്ത നിലപാട് ഇതിനെതിരെയുള്ള നിലപാടായിരുന്നു. പക്ഷെ ഇപ്പം LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരവൊക്കെ ഇറക്കുന്ന സമയത്ത് അതിനെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്? നിങ്ങൾ മുൻപത്തെ നിലപാട് മാറ്റി എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ പരിശോധിച്ച് മന്ത്രിയോട് സംസാരിച്ച് അതിൽ വേണ്ടുന്ന തിരുത്തലുകൾ പറയും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പണ്ട് നിങ്ങളൊരു ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ സമയത്ത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ബില്ലുകളായി വരുമ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞങ്ങൾ നിലപാട് മാറ്റുന്നൊരു നിലയൊന്നും ഉണ്ടായിട്ടില്ല. നിലപാടൊക്കെ സ്പഷ്ടമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിനകത്തൊന്നും ഒരു തരത്തിലുള്ള വ്യതിചലനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഈ ഘട്ടത്തിലും ഇല്ല. അതിനാവശ്യമായിട്ടുള്ളൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടലും ഈ ഘട്ടത്തിലും കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. വിദേശ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക, നമുക്കറിയാം ലോകത്തിലെ വിവിധങ്ങളായ 3-4 ലോക രാജ്യങ്ങൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഏതൊക്കെ എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ചില തട്ടിക്കൂട്ട് പെട്ടിക്കട സർവകലാശാലകളാണ് ഓഫ് ക്യാമ്പസ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. ലോകത്തിലെ വലിയ അക്കാദമിക് നിലവാരമുള്ള വിദേശ സർവകലാശാലകളൊന്നും തന്നെ 3-4 ലോക രാജ്യങ്ങൾക്കകത്ത് വന്ന് തങ്ങളുടെ ഓഫ് ക്യാമ്പസ് ആരംഭിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നൊരു നിലയില്ല. ഇങ്ങനെ കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിദേശ സർവകലാശാലകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വരാൻ വേണ്ടി പോകുന്നത് ഈ നിലയിലേക്കുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പോകുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും മികച്ച ലോകത്തിലെ സർവകലാശാലകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിൻ്റെ സാധ്യത നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമില്ല. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച വളരെ ഗൗരവത്തിലുള്ള ഒരാവശ്യം എന്നുള്ളത്, ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടൽ സാധ്യമാണ്. ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ NOC പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് വേണ്ടി വേണം. അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടുള്ളൂ, ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട.
ഇപ്പോൾ അവർക്ക് പ്രോപ്പർട്ടി വാങ്ങി ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആരംഭിക്കും. കേരളത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ഇപ്പോൾ ജെയിൻ ആണെങ്കിലും അമൃതയാണെങ്കിലും വിവിധ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ ഫെഡറൽ കാഴ്ചപ്പാടിനെ ആകെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്ര കാലത്തോളം ഈ പറഞ്ഞ പോലെ ഇതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണ്ടി അല്ലെ NOCക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാലഘട്ടം ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ഓട്ടോണമസ് കോളേജുകൾ ആദ്യം ആരംഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണമായിരുന്നു. ഇപ്പോൾ 2015 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് ഓട്ടോണമസ് കോളേജുകൾ കൊണ്ടുവരും സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണമായിരുന്നു. പക്ഷേ ഇന്ന് ഏതൊരു ക്യാമ്പസിലും നേരിട്ട് UGCയെ സമീപിക്കാം ഓട്ടോണമസ് പദവിക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ആവശ്യമില്ല. നാളെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ആകാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരാമർശങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് വിവിധ ഘടകങ്ങളാണ്. ഒന്ന്, മെറിറ്റ് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പാടില്ല. ഈ പറഞ്ഞ പോലെ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ളവയ്ക്കകത്ത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നിയന്ത്രിക്കാനോ ആർക്കെങ്കിലും ഇടപെടാനോ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമില്ല. മെറിറ്റ് അവിടെ അഡ്മിഷന് മാനദണ്ഡമല്ല. ഈ പറഞ്ഞ പോലെ സാമൂഹിക നീതി അവിടെ മാനദണ്ഡമല്ല. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് മെറിറ്റ് ഉൾപ്പെടെ ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെ സാമൂഹ്യ നീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേണ്ടി കഴിയും. അതിനകത്തൊക്കെ നിയന്ത്രണം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം എന്നുള്ളത് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിലും മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ SFI സ്വകാര്യ സർവകലാശാലയെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയാണോ? അല്ല, അതായത് സ്വകാര്യ സർവകലാശാലകളുടെ വരവ് ഒരു പരിധിക്കപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം കൃത്യമായി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ വിയോജിപ്പ് മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കേവലം കച്ചവടത്തിന് വേണ്ടി മാത്രമാകുന്നൊരു നിലണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിയോജിപ്പിൻ്റെ കാരണം. 2, മെറിറ്റ് ഇതിനകത്ത് മാനദണ്ഡമാവാതിരിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, റിസർവേഷൻ ഉൾപ്പെടെ സാമൂഹ്യ നീതി അട്ടിമറിക്കപ്പെടുക എന്നുള്ളത്. അതേപോലെ തന്നെ അതിനകത്തുള്ള ഈ പറഞ്ഞ സർവകലാശാലകൾക്കകത്തുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ, ജനാധിപത്യ ബോഡികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മളിതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം. ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ നിലയിൽ നിയന്ത്രിക്കപ്പെടുന്ന നിലയിലായിരിക്കണം. അല്ലാതെ കേവലം വന്ന് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നതിന് വേണ്ടി മാത്രം എന്ന നിലയിലേക്ക് പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള ബില്ല്. ആ ബില്ലിനകത്ത് പ്രസ്തുത കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ബില്ലാണ് വെക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഓട്ടോണമസ് കോളേജുകളുമായി ബന്ധപ്പെട്ട് അന്ന് ഓട്ടോണമസ് കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലുള്ള ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർവകലാശാലകൾ കഴിയുന്നുണ്ടോ? കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ഓട്ടോണമസ് കോളേജുകളെ നിയന്ത്രിക്കാൻ സർവകലാശാലകൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടുന്നതിന് സംസ്ഥാന സർക്കാരിനടക്കം കഴിയാത്ത നിലയിലേക്ക് ഹൈക്കോടതി ഉത്തരവിലടക്കം പുല്ലുവില കൽപ്പിച്ചിട്ടുള്ള സ്വകാര്യ ഓട്ടോണമസ് കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ടെന്നുണ്ടെങ്കിൽ, വിദ്യാർത്ഥി സംഘടനകൾക്ക് ആശങ്കയുണ്ടെന്നുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള നിലയ്ക്ക് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് ആശങ്കകൾ കേട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ. പക്ഷേ അപ്പോൾ വരുന്നൊരു ചോദ്യം, നിങ്ങൾ എന്തിനിത് നേരത്തെ എതിർത്തു എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഇതിപ്പം ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ടാണ് SFI സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നേരത്തെ ഏത് ഘട്ടത്തിലുണ്ടായ എതിർപ്പിനെ സംബന്ധിച്ചാണ്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് സ്വകാര്യ സർവകലാശാല വരുന്ന സമയത്ത് TP ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടല്ലോ. ആ സമയത്ത് SFI ഇതിനെ എതിർത്തു. പക്ഷെ ഇപ്പം ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് ഈ ഒരു മൃദുവായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നത് എന്നുള്ളൊരു ആരോപണങ്ങൾ വരുന്നുണ്ട്. അല്ല, അതിനകത്തും ഞങ്ങൾ ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 2016 ജനുവരി മാസത്തിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് GEM കേരളത്തിൽ നടക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ചില വിദേശ സ്ഥാപനങ്ങൾ, ആ വിദേശ സർവകലാശാലകൾ
ആ സർവകലാശാലകളുടെ ലിസ്റ്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഞാൻ കുറച്ചു മുൻപ് ഞങ്ങൾ പറഞ്ഞ ആശങ്ക അത് തന്നെയാണ് ആ ഘട്ടത്തിലുള്ളത്. ആ വിദേശ സർവകലാശാലകൾ ഏതൊക്കെയാണ്, അതിൽ ലോകം അംഗീകരിച്ച അക്കാദമിക നിലവാരമുള്ള ഏത് വിദേശ സർവകലാശാലകളാണ് ഉണ്ടായിരുന്നത്? ആ ലിസ്റ്റിലുണ്ടായിരുന്ന അതിന് പലതിപ്പം ഇല്ല, അടച്ചുപൂട്ടപ്പെട്ട് കഴിഞ്ഞു, പലതും പ്രവർത്തിക്കുന്നില്ല. കേവലം ലാഭക്കൊതിയുമായി വന്ന അത്തരം സ്ഥാപനങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് മെറിറ്റോറിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ അക്കാദമിക് അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താൻ പാകത്തിലുള്ള ഒരു സ്ഥാപനവും ജമ്മുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരുന്ന നില ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഞങ്ങൾ സമരം ഉയർത്തി. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് സമരത്തിന് മുദ്രാവാക്യമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ലോ ടി പി ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുന്നത്. അന്ന് വന്ന വിദേശ സർവകലാശാലകൾ ഇപ്പോഴും ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റമില്ല. ആ നിലയിലേക്കുള്ള അന്ന് ജമ്മിന് പങ്കെടുക്കാൻ വേണ്ടി വന്ന പോലുള്ള വിദേശ സർവകലാശാലകൾ ഈ ഘട്ടത്തിൽ കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാലും ഞങ്ങളതിനെ എതിർക്കും, ഒരു തർക്കമില്ല. നമ്മളിപ്പം പറഞ്ഞ റാഗിങ്ങിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ആൽഫ ജനറേഷനാണ് ഇപ്പം പുതുതായിട്ട് ക്യാമ്പസിലേക്ക് വരുന്നത്, ആൽഫയും ജെൻസി കിഡ്സുമാണ് വരുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ നമുക്ക് പണ്ടത്തെ പോലെ പെട്ടെന്ന് ഇവരിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും പൊതുവായിട്ട് ഉയർത്തുന്ന കാര്യം. ഇപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ബാച്ചുകളാണ്. അപ്പോൾ ഈ കോവിഡ് ഉണ്ടാക്കിയെടുത്തുള്ള മാറ്റങ്ങൾ നിരവധിയാണ്. ഒരു സൊസൈറ്റിയിൽ നമ്മൾ കോവിഡിന് മുമ്പും ശേഷം എന്ന രീതിയിൽ തന്നെ നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേർതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കണം കുട്ടികളിലേക്ക് രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കേണ്ടത്? അതായത് നിർമ്മിത ബുദ്ധി അടക്കം കടന്നു വന്ന് അതിനെക്കുറിച്ചുള്ള വിശാല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പുതിയ കാല വിദ്യാർത്ഥികളെ പുതിയ കാല രീതിക്കകത്ത് തന്നെ അവരെ അഭിസംബോധന ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം ഓരോ ഘട്ടത്തിനനുസരിച്ച് SFIയുടെ സംഘടനാ രീതികളിൽ വ്യത്യാസം വരാറുണ്ട്. അതേ രാഷ്ട്രീയം മുറുകെ പിടിച്ച് ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാനുള്ള വ്യത്യസ്തമായ രീതികളാണ് ഞങ്ങൾ പ്രയോഗിക്കുക. അതായത് കാലഘട്ടത്തിനനുസരിച്ച് നവീനമായ മാറ്റങ്ങൾ പ്രവർത്തന രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാലത്തിനാവശ്യമായ പുതിയ കാല ക്യാമ്പസുകളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തീർച്ചയായും സന്നദ്ധരാകും. ഇപ്പോൾ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ലഹരി വല്ലാതെ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ക്യാമ്പസുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാണാത്ത തരത്തിലേക്കുള്ള ലഹരിയുടെ അത് ഏറ്റവും സുലഭമായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന തരത്തിൽ ഏറ്റവും ചെറിയ കുട്ടികളുടെ കയ്യിലടക്കം അത് ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ പലയിടങ്ങളും മാറിയിട്ടുണ്ട്. വളരെ ഭയാനകമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ റാഗിങ്ങിൻ്റെ വിഷയം പറയുമ്പോൾ നമ്മൾ ഇന്നോളം ചിന്തിച്ചിട്ടുള്ള റാഗിങ്ങിൻ്റെ തലത്തിൽ നിന്നും മാറിയിട്ട് ഇപ്പം കോട്ടയത്തെ വാർത്തകളും കാഴ്ചകളും കാണുമ്പോൾ നമ്മുടെ തലയിൽ എന്താണോ റാഗിങ് എന്ന ഒരു രീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ തലത്തിലേക്ക് ഇതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കണം. അതിന് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള രീതികൾ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സംഘടനാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പുതിയ കാല സംഘടനാ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ കൂട്ടായ ചർച്ചകളും ആ രീതിക്കകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. പല വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ ആർഷോ ആയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ഒരു വിമർശനം എന്തായിരുന്നു വെച്ചാൽ ആർഷോ സ്വരാജിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിണറായി വിജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഒരു ചിരിക്കാറില്ല, ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരാളെന്നുള്ള പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് സ്വയം പരിശോധിക്കാറുണ്ടോ? ഞാൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം തോന്നിയിട്ടുണ്ടോ? വളരെ തെറ്റായിട്ടുള്ള ഒരു വായനയാണ്, വളരെ തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. അല്ല, എൻ്റെ അഭിപ്രായ പ്രകടനമല്ല, വരുന്ന അഭിപ്രായ പ്രകടനം വളരെ തെറ്റായിട്ടുള്ളതാണ്. ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു നിലയില്ല എന്നുള്ളത് മാത്രമല്ല, ചിരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മുഴുവൻ സമയവും അതിരൂക്ഷമായിട്ട് മാത്രം സംസാരിക്കുകയോ ഇടപെടുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് അവരെ തെറ്റു പറയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു നിലല്ല. ഇതിനകത്ത് ഒരാളുടെ ചിരി നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക മുഖഭാവം നോക്കിയോ രൂപം നോക്കിയോ അയാളെ അളക്കുക എന്നുള്ളത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സ്വാഭാവികമായും പല ഘട്ടത്തിലും രൂക്ഷമാം വിധം പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത് ഈ കാലയളവിൽ മാധ്യമങ്ങളോട് തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിലൂടെ കാണുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ മാധ്യമങ്ങളോട് പല ഘട്ടത്തിലും രൂക്ഷമായ നിലയിൽ പ്രതികരിക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ ഈ കാലയളവിൽ ഞങ്ങളുടെ സംഘടനയെ ഒറ്റതിരിഞ്ഞ് തെറ്റായ നിലയിൽ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ്. അതായത് നീതീകരിക്കപ്പെടാൻ കഴിയാത്ത നിലയിലേക്കുള്ള വ്യാജ വാർത്തകൾ ഉൾപ്പെടെ ചമച്ച് ഞങ്ങളുടെ സംഘടനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഉന്മൂലനം ചെയ്ത്, ഇപ്പോൾ വിമർശനമല്ലാട്ടോ ഉണ്ടായിട്ടുള്ളത്, പല ഘട്ടത്തിലും ഉന്മൂലനം ചെയ്യുന്നതിന് വ്യക്തിധിക്ഷേപത്തിന്റെ അപ്പുറത്ത് തെറ്റായ വാർത്തകൾ പടച്ചുവിട്ട് അത് തെറ്റാണെന്ന് നല്ല ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട്
ഞങ്ങളുടെ സംഘടനയെ ഉന്മൂലനം ചെയ്ത് കളയണം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ആളുകളോട് പല ഘട്ടത്തിലും ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ നേരിട്ട് അറിയുന്നത് ഞങ്ങൾ പോകുന്ന ക്യാമ്പസിലെ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കും ഇരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പിക്ചറാണല്ലോ, അതിൽ നിന്നുണ്ടായേക്കാവുന്ന അതിൽ തന്നെ ഈ നേരത്തെ ചോദ്യത്തിൽ വന്നു ഹർഷോ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗം പരിശോധിച്ചാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് ബോധപൂർവം ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള നിരന്തര അധിക്ഷേപങ്ങളും നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. പലതും തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ്. പലതും ഹർഷോക്ക് നേരെ വന്ന പല ആരോപണങ്ങളും പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ SFI സംഘടനയ്ക്ക് നേരെയുള്ള ഈ പറയുന്ന സംഘടന ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, അത് ഹർഷോ വ്യക്തിപരമായിട്ട് കൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ശ്രമങ്ങൾ കൂടി ഈ കഴിഞ്ഞ കാലം നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ അത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളൊരു ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭാരവാഹി ഹർഷോ ആയിരിക്കാം. ഞങ്ങൾക്കത് വ്യക്തിപരമായിട്ട് അറിയാം. പല വിഷയങ്ങളും ഇപ്പം നേരത്തെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പല പ്രശ്നങ്ങളും വരുമ്പോൾ ഞങ്ങൾ ഈ ചുമതലയെടുത്ത് ഈ പ്രശ്നങ്ങൾ അന്വേഷിച്ച് പരമാവധി തെളിവെടുത്ത്, ഇത് മാധ്യമങ്ങൾ അന്വേഷിക്കാത്തൊരു ഘട്ടത്തെ ഞങ്ങൾ തെളിവെടുത്ത് ഞങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾ മാധ്യമങ്ങൾ അങ്ങോട്ട് സമീപിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാസ്തവം, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം, നിരന്തരം ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട അനുഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കും പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന പല ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഈ കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ശൈലി ആയിക്കോട്ടെ, മുദ്രാവാക്യത്തിൻ്റെ ശൈലി ആയിക്കോട്ടെ, നമ്മുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ശൈലി അങ്ങ് മാറ്റണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കൊണ്ടുവരണം തോന്നിയിട്ടുണ്ടോ? അല്ല, അതിനകത്ത് ഇപ്പോൾ ക്യാമ്പസുകൾക്കകത്ത് സംഘടനാ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ക്യാമ്പസിലെ കുട്ടികളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, അവരോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ആളുകൾ തന്നെയാണ്. അതിലൊരു തർക്കമില്ല. മറ്റൊന്ന്, പുതിയ കുട്ടികളെക്കുറിച്ച് നമുക്ക് ചില തെറ്റായ ധാരണകളുണ്ട്. അതായത് അവർ മറ്റേതോ ലോകത്താണ് എന്ന് ധരിച്ചു വെക്കുന്ന ആ ഒരു ധാരണ പല ഘട്ടത്തിലും നമുക്കുണ്ട്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നിലവിൽ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനകത്തും. അത് രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരം അറിയുകയും വായിക്കുകയും അപ്ഡേറ്റഡ് ആവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള, നല്ല ക്ലാരിറ്റിയുള്ള നിലപാടുള്ള കുട്ടികൾ തന്നെയാണ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവരോട് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, ആ കുട്ടികളെ നയിക്കാൻ കഴിയുന്ന ലീഡേഴ്സാണ് ക്യാമ്പസിനകത്തുള്ളത് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്താ പറയുക, അവരുമായി സംസാരിക്കേണ്ട ഭാഷ, ആ ഭാഷയ്ക്കകത്തും ഈ പറഞ്ഞ പോലെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് കണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുതിയ കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളൊരു ഘട്ടമാണ്. ഞങ്ങളുടെ പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആൽഫ ജനറേഷനിലുള്ളതും ജെൻസി കിഡ്സും ഒക്കെ ഞങ്ങളുടെ കമ്മിറ്റിക്കകത്തുണ്ട്. അപ്പോഴും ഒരു പ്രശ്നം നിൽക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പ്രസംഗങ്ങളും ഭയങ്കര പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം, അത്തരത്തിൽ അതിപ്രകോപനപരമായിട്ടുള്ള ഒരു ലാംഗ്വേജ് SFI ഇനിയും എടുക്കേണ്ടതുണ്ടോ? അല്ല, അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസംഗങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആമിന ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്നതിന് 5-6 കൊല്ലം മുമ്പായിരിക്കും. അന്ന് ക്യാമ്പസിൽ വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യങ്ങളല്ല ഇന്ന് ക്യാമ്പസിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അതിനും കുറച്ച് കാലം മുൻപ് ക്യാമ്പസിൽ വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യങ്ങളല്ല. എല്ലാ കാര്യത്തിലും മുദ്രാവാക്യങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ കുറേ കൂടി ജാഗ്രത, കുറേ കൂടി എന്താ പറയുക, അപ്ഡേഷനും ഈ പറഞ്ഞ കുറേ കൂടി ഒരു നവീകരിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളതിനകത്ത് തർക്കമല്ല. ആ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഒരു വാക്കിലോ അല്ലെങ്കിൽ എന്താ ഉപയോഗിച്ച പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വളരെ കൃത്യമായി തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതിൽ തർക്കമല്ല. അങ്ങനെ തിരുത്താൻ ഒരുക്കമുള്ള തുറന്ന മനസ്സുള്ള സംഘടനയാണ് SFI. തിരുത്തി ഈ പറഞ്ഞ പോലെ കൂടുതൽ നവീകരിക്കപ്പെട്ട് ഇപ്പോൾ ഈ സംഘടന മുന്നോട്ട് പോകുന്നത് തന്നെ, ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് SFI. ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് മുന്നോട്ട് പോകാനല്ല SFI സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും സംഘടനയായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതിനുള്ള കരുത്തുണ്ടാകുക ഈ നവീകരണ പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി SFIക്ക് കഴിയും. അങ്ങനെയാണ് സംഘടന എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഈ പറയുന്ന തെറ്റ് തിരുത്തിയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് വന്നത്. അത് പറയുമ്പോൾ
വളരെ കൃത്യമായിട്ട് മറ്റ് സംഘടനകൾ കൂടി താരതമ്യം ചെയ്ത് പരിശോധിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ രക്തസാക്ഷികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആവർത്തിച്ച് SFIക്ക് നേരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ കാലയളവിൽ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും അവസാനത്തെ SFIയുടെ രക്തസാക്ഷിയായിരുന്നു ധീരജ്. അപ്പോൾ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയല്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ നടുമുറ്റത്തിരുന്നിട്ടാണ് UDSFൻ്റെ ഒരു പ്രവർത്തകൻ വിദ്യാർത്ഥികളുടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി വരുന്നത്. അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിക്കുകയാണ്, അത് നിങ്ങളാണല്ലോ ധീരജ് എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്, ഞങ്ങൾ എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യണം? അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ അതിശയപ്പെടുത്തിയത് ഒരു 2 വോട്ടിന് വേണ്ടിയിട്ടെങ്കിലും ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ കൊലപാതകത്തിൻ്റെ ഭാഗമായി നിൽക്കില്ല, ഞങ്ങൾ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നു എന്നായിരുന്നില്ലേ ഏത് രാഷ്ട്രീയത്തിലെ പ്രവർത്തകരും പറയേണ്ടത്? അത് XOR ഏത് രാഷ്ട്രീയമാണെങ്കിലും ഒരു വോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പ് നിന്ന് ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന ആൾക്കൂട്ടത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും ഞങ്ങൾ അക്രമം ചെയ്യില്ല എന്ന് പറയണമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുള്ള ആ വീഡിയോയിൽ ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന് മറുപടി പറയുന്നത് yes I admit, ഞങ്ങളാണ് കൊന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, ഞങ്ങൾ കൊന്നു, ഞങ്ങൾക്കത് ഒന്ന് കാര്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അതിനൊന്നും തോന്നുന്നില്ല. ഈ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വം ആവർത്തിച്ച് പറഞ്ഞു അത് എരന്ന് വാങ്ങിയ കൊലപാതകമാണ്, ആ ചെറുപ്പക്കാരൻ മോശപ്പെട്ടവനാണ്, അത് SFIക്കാരാണ്, മരിക്കേണ്ടവനാണ്. ഒരുപാട് ഉദാഹരണം അവിടുത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ നിരന്തരം ധീരജിനെ, കുടുംബത്തെ മോശപ്പെടുന്ന, അപകീർത്തിപ്പെടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ മാനസികം പ്രകോപിപ്പിക്കുന്ന ഒരുപാട്, ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളെ രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷികളെ അപമാനിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രകോപനവും ഞങ്ങൾ ജീവിതത്തിൽ നേരിട്ടില്ല. അത്രമാത്രം ഞങ്ങൾ ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങൾ അവരെ നിരന്തരം അഭിസംബോധന ചെയ്യുന്നവരാണ്. അത്രയധികം പ്രകോപനം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നോളം ഞങ്ങൾ മറ്റൊരു വിദ്യാർത്ഥിയുടെയും ജീവൻ പോകരുത്, അല്ലെങ്കിൽ ഇതിന് മറുപടി ആ തരത്തിൽ അക്രമത്തിലൂടെ ആവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സംഘടനയാണ്. എന്നാൽ ഞങ്ങളിലുണ്ടാവുന്ന തെറ്റുകളെ ഞങ്ങൾ അതാത് സമയത്ത് തിരുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഏതെങ്കിലും പ്രവർത്തകർ ഏതെങ്കിലും അരാജക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു, അപ്പോൾ നിങ്ങൾക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും അത് എപ്പോഴാണ് ഉയർന്നു വരുന്നത് ആ ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ മുമ്പേ തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. തിരുത്തൽ പ്രക്രിയക്ക് എല്ലാ ഘട്ടത്തിലും വിധേയപ്പെട്ട അതിന് തയ്യാറായിട്ടുള്ള സംഘടനയാണ് SFI. അത് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക്, അതിനെ തുറന്ന മനസ്സോടുകൂടി അതുകൂടി ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളെ ആകമാനം ഉപയോഗപ്പെടുത്തി സംഘടന ഇല്ലാതാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതേ സ്വഭാവത്തോടു കൂടി മറ്റ് സംഘടനകളെ കൂടി നിങ്ങൾ വിലയിരുത്തണമെന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഞാൻ വിശദീകരിച്ച് പറയല്ല, പക്ഷേ കഴിഞ്ഞ അധ്യയന വർഷ ആരംഭത്തിലായിരുന്നു KSUയുടെ ഒരു പഠന ക്യാമ്പ്, ഒരു ശില്പശാലയുടെ വാർത്ത പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ കാണേണ്ടത്, ഞങ്ങളും അധ്യയന വർഷ ആരംഭത്തിൽ പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നവരാണ്. ഞങ്ങൾ പല വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യങ്ങൾ കൊടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ, ബാഗ്, ഒരുപാട് നമുക്കൊരുക്കാൻ അവർ പഠിക്കട്ടെ. SFI കാലങ്ങളെ ഏറ്റെടുക്കുന്ന ക്യാമ്പയിനാണ്. ഞങ്ങളതൊക്കെ കാലങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്. മറ്റ് ധനം, പൈസയൊക്കെ ശേഖരിച്ചുകൊണ്ട് കളക്ട് ചെയ്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ KSU എന്താ ചെയ്യുന്നത്? തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ക്യാമ്പുകളുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. ഇത് പരിശോധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു സംഘടന വേണ്ടത് എന്ന ചോദ്യം അവർക്ക് നേരെ വരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ലോ കോളേജിന് വിഷയം നേരത്തെ ഹർഷ പറഞ്ഞു. ലോ കോളേജിൽ ജയിക്കാനിടയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്യാമ്പയിൻ അവർ ഏറ്റെടുത്തത്, അതായത് ലോ കോളേജിലെ കുട്ടികൾ വെള്ളിയാഴ്ച ഒരു ട്രാവലറുമായിട്ട് അട്ടപ്പാടിയുടെ ഊരിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായി, 1.5 വർഷങ്ങളായിട്ട് അവർ തുടരുന്ന ക്യാമ്പയിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. SFI അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനക്ക് പറയാൻ പറ്റുമോ? അട്ടപ്പാടി ഊരിലേക്ക് ലോ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാഹനമായിട്ട് പോകുന്നു. വർഷങ്ങളായിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ, അവരുടെ മറ്റ് തുടർ പഠനത്തിന് ആവശ്യമായ ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പറയുന്ന എക്സാമുകളൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ ലോ കോളേജിൽ, ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥി ഈ തിരുവനന്തപുരം ലോ കോളേജിലെ SFIക്കാരുടെ ട്യൂഷൻ കേട്ട് പഠിച്ച് എൻട്രൻസ് എഴുതി അങ്ങനെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയാണ്. അപ്പം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ക്യാമ്പയിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന, അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തണമെന്ന മൂല്യബോധമുള്ള കുട്ടികളെ ഞങ്ങൾക്ക് കീഴിലുണ്ട് എന്നറിയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നൂതനമായ ആശയങ്ങൾ ഞങ്ങളുടെ കീഴിലുണ്ട്. അതുകൂടി പ്രചരിപ്പിക്കപ്പെടണം. നിങ്ങൾ രണ്ടുപേരും ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് ഒരു LDF സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പം സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ LDF സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളോടും മറ്റ് സംഘടനകൾ എതിർക്കുന്ന പോലെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളൊരു നറേഷനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സർക്കാർ എടുത്ത നയങ്ങളോട് നിങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു? ആ നറേഷനിൽ തന്നെ അബദ്ധമുണ്ട് എന്നുള്ളതാണ്, ശരികേടുണ്ട് എന്നുള്ളതാണ്. SFI സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഏതെങ്കിലും ഒരു സർക്കാരിനെ കണ്ടുകൊണ്ടല്ല.
അത് ഏതൊരു സർക്കാരാണെന്നുണ്ടെങ്കിലും ആ സർക്കാർ നടത്തുന്ന ഏതെങ്കിലും വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുള്ളതിന് തർക്കമല്ല. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൂടി സമരോൽപ്പന്നമായിട്ടാണ് എന്നുള്ളതിൽ സംശയമില്ല കേട്ടോ. കാരണം നമ്മൾ 2016 മുൻപുണ്ടായിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്തായിരുന്നു എന്നുള്ളത്. 2016 മുൻപ് കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുന്ന സ്കൂളുകളായിരുന്നു. ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്കൂളുകളായിരുന്നു. ഓണപരീക്ഷ കഴിഞ്ഞാലും അധ്യയന വർഷത്തിൻ്റെ പാതി കഴിഞ്ഞാലും പഠിക്കാനാവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന കാലയളവ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഏറ്റവും മോശപ്പെട്ട സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടു സമാനമായ നിലയിൽ വിദ്യാഭ്യാസ മേഖല പാടെ അവഗണിക്കപ്പെട്ട കേരളത്തിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ കാലയളവായിരുന്നു ആ കാലഘട്ടം. പഠിക്കാൻ പുസ്തകം വേണമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് സമരം ചെയ്യേണ്ടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഓണം നേരത്തെ വന്നുകൊണ്ടാണ് പുസ്തകം വൈകിയത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനൊരു കാലഘട്ടത്തിൽ SFI നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളുണ്ട്, വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങളുടെ കൂടി ഉൽപ്പന്നമായിട്ടാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ വന്ന ആ ഗവൺമെൻറ് തുടർച്ചയിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എന്തിനു വേണ്ടിയായിരുന്നു അന്ന് SFI സമരം ചെയ്തത്? ഈ നാടിൻ്റെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ സംരക്ഷിച്ചിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ സമരം. ആ സമരം വിജയത്തിലെത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ കാണാൻ വേണ്ടി കഴിയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ചതാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഏതെങ്കിലും തെറ്റായ സമയം ഞങ്ങളിപ്പോൾ ഈ കാലയളവിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ട് വിവിധ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ IT സമയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധ ഫെലോഷിപ്പുകളുമായി ബന്ധപ്പെട്ട് ഗ്രാൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് ഈ കാലയളവിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും തർക്കമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇന്ന സർക്കാരാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരെ സംസാരിക്കണോ അല്ലെങ്കിൽ സർക്കാരെ കണ്ടുകൊണ്ട് നിലപാടെടുക്കുന്ന സംഘടനയല്ല SFI. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കകത്ത് അതിൻ്റെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സംഘടന ആ നിലയിൽ തന്നെയാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഇപ്പം അവസാനമായിട്ട് സമ്മേളനത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും മാർഷൻ അങ്ങനെ കരഞ്ഞ് ഒരു ആ രീതിയിൽ കാണുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അതായത് SFI നിന്ന് വിടവാങ്ങുകയാണ്, ഇനി ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? അല്ലാതെ ഇപ്പോൾ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഈ ഘട്ടത്തിലും DYFIയുടെ ഭാഗമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്തുണ്ട്. അപ്പോൾ മറ്റേതൊരു സംഘടനയിലാണെങ്കിലും നമ്മളൊക്കെ പ്രവർത്തിക്കുകയായിരിക്കും. മറ്റേതൊരു സംഘടനയിലാണെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. SFIയുടെ പ്രത്യേകത, SFIയിൽ നമ്മളൊരു ഘട്ടത്തിലും പ്രവർത്തിക്കുകയായിരിക്കില്ല, SFIയിൽ നമ്മൾ ജീവിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഒരു ജീവിതം അവസാനിക്കുമ്പോൾ ഏതൊരാൾക്കും വലിയ പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവപ്പെടും. ഇപ്പോൾ എന്താ പറയുക, ആ ഒരു നിമിഷത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാണൻ അടർന്നു പോകുമ്പോഴുള്ള വേദന എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അങ്ങനെ പ്രാണൻ അടർന്നു പോയി ആരും പിന്നീട് വന്നിട്ട് നമ്മളോട് ആ വേദന പറഞ്ഞു തന്നിട്ടില്ല. പ്രാണൻ അടർന്നു പോകുമ്പോഴുള്ള വേദന എന്താണോ അതാണ് ഓരോ SFIക്കാരനെ സംബന്ധിച്ചും അവരുടെ SFI കാലയളവ് അവസാനിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏതൊരു SFIക്കാരനും കണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ജീവിതം അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പറ്റും. ആ ഒരു ഇമേജ് ഇപ്പോൾ അഫ്സലിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇമേജൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ സഖാത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എത്രമാത്രമാണ്? അതിപ്പോൾ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പോലല്ല SFI എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ SFIക്കകത്തെ സഖാക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന കോമ്രേഡ്ഷിപ്പ്, ആ കോമ്രേഡ്ഷിപ്പിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടനയാണ് SFI. അത് എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും, ഇപ്പോൾ എന്ത് പ്രയാസത്തിലാണെങ്കിലും, വിഷമത്തിലാണെങ്കിലും, സന്തോഷത്തിലാണെങ്കിലും ഈ പറഞ്ഞ ആളുകളെല്ലാവരും ഒരുമിച്ചുണ്ടാകും, SFI സഖാക്കളെല്ലാവരും ഒരുമിച്ചുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ എത്രയോ സമരമുഖങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, വലിയ ലാത്തിയടി ഉണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന സഖാക്കൾ അടി കൊള്ളാതിരിക്കാൻ വേണ്ടി മുകളിൽ കയറി കിടക്കുന്ന സഖാക്കളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെയാണ് ക്യാമ്പസിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇപ്പോൾ മുന്നിൽ കയറി നിൽക്കുന്ന സഖാക്കളെ, ആദ്യത്തെ SFIയുടെ രക്തസാക്ഷി ഈ പറഞ്ഞ പോലെ ബ്രണ്ടൻ കോളേജിൽ സഖാവ് അഷറഫാണ്.
അഷ്റഫ് കൊല ചെയ്യപ്പെടുന്ന AK ബാലനെ കൊലപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകളുടെ കടാരയ്ക്ക് മുൻപിലേക്ക് കയറി നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഷ്റഫ് കൊല ചെയ്യപ്പെടുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ എൻ്റെ സഖാവിനൊന്നും പറ്റരുത് എന്ന് കണ്ടുകൊണ്ട് എന്തക്രമത്തെ ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ് ഒരുമിച്ച് സംഘടനാ രംഗത്ത് ഉണ്ടാകുക എന്നുള്ളതിനകത്തൊരു തർക്കമില്ല. അതിപ്പോൾ ക്യാമ്പസ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ പട്ടിണി കിടക്കേണ്ട ഘട്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൊറോട്ട വാങ്ങാനുള്ള പൈസയാണുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊറോട്ട വാങ്ങി 2 പേർ കൂടി അല്ലെങ്കിൽ 3-4 പേര് കൂടി കഴിക്കുക എന്നുള്ള നിലയ്ക്ക് എല്ലാം പരസ്പരം പങ്കുവെക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതികൾ, ശൈലികൾ, അതൊക്കെയാണ് ഈ സംഘടന പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോമ്രേഡ്ഷിപ്പിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. അത് തന്നെയാണ് ഈ സംഘടനയെ വ്യത്യസ്തമാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താ പറയുക, ക്യാമ്പ് നടത്തി അതിനകത്ത് തമ്മിൽ തല്ലുന്ന നിലയിലേക്ക് ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മാറുന്നതിൻ്റെ ഒരനുഭവം അപ്പുറത്തും ഇപ്പുറത്ത് അതല്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നത് ആ ഒരു കോമ്രേഡ്ഷിപ്പിനെ പണിതുയർത്തിയതാണ് ഈ സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെ. തീർച്ചയായിട്ടും വളരെ വൈകാരികമായിട്ടുള്ള അനുഭവമായിരുന്നു. അപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ കൂടിയുള്ള ഘടകം ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കമ്മിറ്റികളൊക്കെ വരുന്നു. പക്ഷേ ഇറങ്ങാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ട ഒരു നിമിഷം എത്തുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ അറിയാവുന്ന തീരുമാനമാണെങ്കിൽ പോലും ആ ഘട്ടം എത്തുമ്പോൾ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു വളരെ വൈകാരികമായിട്ടുള്ള അനുഭവമായിരുന്നു. നേരത്തെ പറഞ്ഞാൽ ഇപ്പം ഞാൻ ബ്രണ്ണനിലാണ് എൻ്റെ ഡിഗ്രി പഠിച്ചത്. അപ്പം എന്നെ രാഷ്ട്രീയമായിട്ട് പരിചയപ്പെടുത്തി എൻ്റെ കോളേജിന് വഹിച്ച വലിയ പങ്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്രേഡ്ഷിപ്പ്, ഞങ്ങളെ സഹപ്രവർത്തകർ തന്ന ഒരു വളരെ വലിയൊരു സൗഹൃദം, ഒരു ജീവിതമാണത്. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും അത് പെട്ടെന്ന് ഇല്ലാതാവുന്നു എന്നൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഞങ്ങൾ നിന്നതാണ്. ഇപ്പോൾ നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു ക്യാമ്പസിനകത്ത് SFE ആയി ജീവിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ SFE ആയിട്ട് ഏത് ഘടകത്തിൽ ജീവിച്ച ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ അതായിരിക്കും എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടായിരിക്കും ഇത്രയേറെ വൈകാരികപ്പെടുന്നത്. ഇപ്പോൾ കോളേജിലെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും, കോളേജിലൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ, ഒരു ആർട്സ് പരിപാടി നടക്കുകയാണെങ്കിൽ, സ്റ്റേജിനകത്ത് ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ മറ്റെല്ലാ കുട്ടികളും സ്റ്റേജിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ SFIക്കാർ അതിൻ്റെ സംഘാടകരായിട്ട് കർട്ടൻ്റെ പിന്നിലുണ്ടാവും. ഞങ്ങൾക്കത് അറിയാവുന്നതാണ്, ഞങ്ങളത് അനുഭവിച്ചവരാണ്. ഒരു പരിപാടി പോലും സ്റ്റേജിൻ്റെ മുന്നിലിരുന്ന് കാണാൻ പറ്റില്ലായിരിക്കും. SFIയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചിലരിപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളിങ്ങനെ ഓടി നടന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒരു ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പറ്റില്ല, കൂട്ടുകാരായിട്ട് ഒന്ന് ഒരുമിച്ചൊരു സിനിമക്ക് പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യാത്ര പോകാനോ നമ്മളവിടെ ഉണ്ടാവില്ലായിരിക്കാം. ഒരു പരിപാടി, ഒരു സെലിബ്രിറ്റി വന്ന് കോളേജിലൊരു പരിപാടി നടക്കുമ്പോൾ അതിന് മുൻനിരയിലിരുന്ന് കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ കർട്ടൻ്റെ പിന്നിൽ നെട്ടോട്ട് ഓടുന്നത് SFIക്കാരായിരിക്കാം, യൂണിയൻ പ്രവർത്തകരായിരിക്കാം. അതിനുശേഷം എങ്ങനെ പണം ഉണ്ടാക്കും, എങ്ങനെ കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ പരിപാടി പൂർത്തിയാക്കും, ഇതൊക്കെയായിരിക്കും നമ്മുടെ ആകുലതകൾ. ഇപ്പോൾ കലോത്സവം തുടങ്ങുമ്പോൾ കലോത്സവത്തിൻ്റെ രാത്രികൾ ഉറക്കമൊഴിച്ച് പട്ടിണി കിടന്ന് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന കുട്ടികളുണ്ടാവും. തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട്. അതായത് ഒരു പോസ്റ്റിൽ പോലും ജീവിതത്തിൽ ഇന്നോളം മത്സരിക്കാത്ത കുട്ടികൾ ആർക്കൊക്കെയോ വേണ്ടി, അതായത് ഇന്നോളം പരിചയമില്ലാതെ ആ ക്യാമ്പസിലെ ഒരു കുട്ടി വിജയിക്കാൻ വേണ്ടി SFIക്ക് വേണ്ടിയിട്ട് രാത്രി ഉറക്കം ഇല്ലാതാക്കി പോസ്റ്ററുകൾ എഴുതി വിശന്നിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയം, അതൊക്കെയാണ് ഞങ്ങളെ മുന്നോട്ടേക്ക് വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പറയാനൊരു അഡ്രസ്സ് ഉണ്ട്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, അല്ലെങ്കിൽ പല ഘടകങ്ങളിൽ ഇരുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇതൊന്നും ആകാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, പറയാനൊരു ഘടകത്തിൽ പോലും പ്രവർത്തിക്കാതെ, എന്നാൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയാനൊരു പോസ്റ്റിൽ പോലും മത്സരിക്കാതെ കുട്ടികൾ, എന്നാൽ SFI ജയിക്കാൻ വേണ്ടി അഹാരോത്രം വീട്ടിൽ പോകാതെ പട്ടിണി കിടന്ന് കിട്ടാവുന്ന പണമൊക്കെ ശേഖരിച്ച് അവസാനം വരെയോ. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ചില ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഗുരുവായൂരപ്പൻ കോളേജിലൊക്കെ SFI ജയിക്കും പൊട്ടിക്കരയുന്ന കുട്ടി, അതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉള്ളുന്ന് വരികയാണ്. അപ്പോൾ SFIയുടെ വിജയങ്ങളിൽ വല്ലാതെ ആഹ്ലാദം കണ്ടെത്തുന്ന, SFIക്ക് എവിടെയെങ്കിലും മുറിവേൽക്കുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ഉണ്ടാകുന്ന ഒരു കോമ്രേഡ്ഷിപ്പ്, അതൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ ഭാഗമായി ചേർത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും SFI നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം നിറഞ്ഞ അവസ്ഥയാണ്.